നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 150 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി തുടച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി വേണം. ഒരു കൈപ്പിടിയോളം ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതില്ലെങ്കിൽ നമുക്ക് ഒരു വലിയ സവാള എടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി മതിയാവും. തക്കാളി ഇതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിലേക്ക് പുളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒരെണ്ണം മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് അരപ്പിന് വേണ്ടത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ തേങ്ങ മാത്രമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് പുളി വേണം. ഒരു ചെറിയ നെല്ലിയുടെ അളവിലുള്ള പുളി ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ കുറച്ച് എണ്ണ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അപ്പോൾ ഉള്ളിയും വെണ്ടയ്ക്കയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളിലെല്ലാം പച്ചമണം മാറി കിട്ടണം. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളിയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതാണ്. കുറച്ചും കൂടി ഇത് വേവണം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയും അതേപോലെ സവാളയും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ ഒരു പകുതി വേവല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ 1/2 കപ്പ് മാത്രം മതിയാവട്ടെ, അതിൽ കൂടുതൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ തേങ്ങയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാപ്പാലാണെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ കറിയുടെ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ 2 വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്